എന്തായി കാണിക്കണേ? അങ്ങോട്ട് തിരിഞ്ഞു തന്നെ. എന്തിനാ എന്നെ ഇങ്ങനെ കെട്ടിച്ചമിക്കണേ? ഞാൻ എന്താ കല്യാണ ചക്കനാ? ദുബായ്ക്കാരനല്ലേ, ജാടയ്ക്ക് ഒട്ടും കുറവ് വരുത്തണ്ട. മാത്രമല്ല അവിടെ ഒരു സുന്ദരി പെൺകുട്ടിയില്ലേ ഏട്ടാ? ഞാൻ എന്താ പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോവാണ്? നിനക്കെന്താ പറ്റിയത്? നിനക്കെന്താ പറ്റിയത്? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ പറ്റിയത്? അമ്മേ പോ. വെറും കൈയോടെയാണോ പോന്നേ? ഞാനത് ഓർത്തില്ല. അങ്ങനെ സന്തോഷായിക്കോട്ടെ. സ്കോച്ചും സിഗരറ്റും അയാൾക്കൊന്നും ഇഷ്ടമല്ലെന്നേ. പിന്നെ ഇത് കൊടുത്താ മതി. എന്താ ഇത്? നീ കൊണ്ടുവന്ന സാരി. അവിടെ ഒരു പെങ്കൊച്ചില്ലേടാ. ഇതെന്താ പുടവെടുക്കൽ ചടങ്ങാണോ? ഹലോ അപ്പൂപ്പൻ. നമസ്കാരം. നമസ്കാരം. അപ്പൊ ആളെ മനസ്സിലായി? ഇന്നലെ മുഴുവൻ വൈദ്യന്റെ അടുത്തായിരുന്നു, അതുകൊണ്ട് പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരു സാരിയാ? എനിക്കോ? ഗോപിക്കാ. നേരിട്ട് കൊടുത്തോളൂ. ഇരിക്കൂ. ഏയ് വീശു. നല്ല അസല് സാധനം കൊണ്ടുവന്നുണ്ട്. സ്കോച്ചാ. എടാ നീ എടുത്തോണ്ടേ. ചുമ്മാ ആളെ കണ്ടറിഞ്ഞൂടെ അടിക്കുന്നു? അല്ല, ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക, പറ്റത്തില്ല. അത് പറ. എന്തായാലും കേശം വൈദ്യരുടെ അടുത്ത് വന്നത് അത് വളരെ നന്നായി. ഒരു 2-3 മാസം കഴിയുമ്പോഴേക്കും അസുഖമൊക്കെ മാറി ആൾ കുട്ടപ്പച്ചണ്ടാവില്ലേ? അല്ല ഈ ഭക്ഷണക്രമമൊക്കെ? ചായ മാത്രോ? ഈ നാട്ടുമരുന്നൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ചായ? അതല്ല, ആ ചായയുടെ കാര്യ പറഞ്ഞേ. ഒറ്റ മോളല്ലേ? അതെ. കെട്ടിച്ചതാണോ? അല്ല, കെട്ടിച്ചില്ലേ നമുക്ക് ആലോചിക്കാന്ന്. എന്തായാലും കുട്ടികളെ ഇങ്ങനെ പുര നിറച്ച് നിർത്തരുത്, എനിക്കിഷ്ടല്ല. ഇങ്ങോട്ട് വന്നേടി മോളെ. അതങ്ങോട്ട് വെച്ച് എന്നിട്ട് അങ്ങോട്ട് പിടിച്ചേ. സാരിയാ. ചെറുക്കിനെ നമുക്ക് ഈ നാട്ടിൽ തന്നെ നോക്കിയാലോ? ഹൈ, നാണായോ? സർക്കാർ ഉദ്യോഗസ്ഥൻ വേണോ ബിസിനസ്സുകാരൻ വേണോ? ഹൈ, ഞാൻ തപ്പിയെടുക്കാന്ന്. ചിക്കിളി എന്ത് കൊടുക്കും? എനിക്കൊരു കാര്യം സംസാരിക്കാൻ. വലിയ വലിയ ആൾക്കാർ സംസാരിക്കുമ്പോൾ അത്യാവശ്യ കാര്യം. ഇവന്റെ സ്കോച്ചും കൊടുത്തു വിടാട്ടോ. ചികിത്സ തീരുമ്പോ ആളുണ്ടാവണമെങ്കിൽ താങ്ങാലോ. എന്താണത്? സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകണോ? എന്റെ അമ്മ ഏട്ടനെ കൊണ്ട് ഞാൻ തോറ്റു. അവിടെ ചെന്നിരുന്ന് ചോദിക്കാ ഈ പെണ്ണിനെ കെട്ടിച്ചതാണോന്ന്. അയ്യോ, കുഴപ്പമായോ? അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രാജഡീസ്? ഐ മീൻ ഡിവോഴ്സ്, വിഡോ, സംതിങ് ലൈക്ക് ദാറ്റ്? എനി ഫ്ലാഷ് ബാക്ക്? ഒരു ഫ്ലാഷ് ബാക്കും ഇല്ല. പിന്നെന്താ? മോനേടാ, ആ വീട്ടുകാരെ നിനക്ക് ഇഷ്ടായോ? പറയാതിരിക്കാൻ പറ്റില്ലമ്മേ, നല്ല തറവാടികളാ. സാധാരണ ഞങ്ങൾ ദുബായ്ക്കാരോട് ചോദിക്കുന്ന സ്ഥിരം ചോദ്യം ചോദിച്ചില്ല. എന്ത് ചോദ്യം? എപ്പോഴാ തിരിച്ചു പോണേന്ന്. നിന്നെ പോലെ അല്ല, നല്ല അടക്കമൊതുക്കമുള്ള കുട്ടിയാ. കാണാനും കൊള്ളാം, മിടിക്കുക, നല്ല സുന്ദര കുട്ടിയാ. അയ്യോ, ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ഞാൻ തൊട്ടിട്ട് കൂടിയില്ല. എന്റെ അമ്മേ, എടാ മഹാഭാവം പറയരുത് കേട്ടോ. ഞങ്ങളെ ഏട്ടനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയതാ. അപ്പൊ അമ്മേ ഇപ്പൊ കഴിഞ്ഞ എന്റെ പെണ്ണാണല്ലോ. ഞാൻ ആ അമ്മായിപ്പനെ ഇനി പിടിച്ച പിടിയലങ്ങ് കെട്ടിച്ചു വിട്ടോട്ടാ. അമ്മേ ഇനി നീ ഒന്നും പറയണ്ട. ഈ കല്യാണം ഞാൻ ഉടനെ നടത്താൻ പോവാ. പരോളിലിറങ്ങി നീ മുങ്ങാന്ന് വിചാരിച്ചു അല്ലടാ? എന്റെ മോനെ കൊന്നിട്ട് പെണ്ണും കെട്ടി സുഖമായിട്ട് കഴിയാമെന്ന് കരുതണം. നിന്നെ ഞാൻ കാരണം ആ കുട്ടി. വേണ്ട. പാമ്പല്ല, ഞാനാ. കുട്ടി ഞെട്ടിയോ? ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു പാമ്പാണെന്ന്. അല്ല, അത് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആരെങ്കിലും കണ്ടാലെന്താ? കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊന്നും പാടില്ല. എനിക്ക് കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയൊക്കെ പാടൂ. കുട്ടി എന്റെ കഥയൊന്ന് കേക്കണം. കഥയൊക്കെ എഴുതുവോ? എന്നിട്ട് വല്ല വാരികയിലും പ്രസിദ്ധീകരിച്ചോ? ആ കഥയല്ല, ഇതെന്റെ ജീവിത കഥയാ. കുട്ടിക്കൊരു സത്യം അറിയോ? ആദ്യമായിട്ട് ഞാൻ ദുബായിക്ക് പോയത് ഫ്ലൈറ്റിലല്ല, പിന്നെ കള്ള ലോഞ്ച് കയറിയ. അവിടെ എത്തും മുമ്പ് ആ ലോഞ്ച് മുങ്ങി. ഈശ്വര, എന്നിട്ട് വല്ലതും പറ്റിയോ? ഞാൻ ആ കരയിൽ കിടന്ന്, അല്ല കര കാണാ കടലിൽ കിടന്ന് മരണത്തോട് മല്ലടിച്ചു.
പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നു. ബോധം തെളിഞ്ഞപ്പോ ഞാൻ ദുബായിലുള്ള ഒരു ക്രിസ്ത്യാനി ഷെയ്ഖിന്റെ വീട്ടിലായിരുന്നു. എന്നെ രക്ഷിച്ചത്, എനിക്കൊരു ജോലി വാങ്ങിത്തന്നത് എല്ലാം ആ ഷെയ്ഖിന്റെ കാരുണ്യ. ഒരിക്കൽ ആ ഷെയ്ഖച്ചൻ എന്നോട് പ്രത്യുപകാരം ചോദിച്ചു. അദ്ദേഹത്തിന്റെ അന്ധയും ബദിരിയും മൂകയും വികലാംഗയുമായ മകളെ എന്നോട് കല്യാണം കഴിക്കാമോന്ന്. ആ ഷെയ്ഖിന്റെ മുമ്പിൽ ഞാൻ ഷോക്കായി. കടപ്പാടുകൾ മറക്കാത്ത ഞാൻ അതിനെ സമ്മതിച്ചു. ഞാൻ തിരിച്ചു ചെല്ലുന്നും കാത്ത് അന്ധയായ ആ കുട്ടി കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുക. ആ കുട്ടിയെ മറക്കാൻ എനിക്കാവില്ല. സോറി. കരയ ഇതുകൊണ്ട് കണ്ണീരൊപ്പിക്കോളൂ. ആരും കാണണ്ട. എന്നിട്ട് കുട്ടി വീട്ടിലേക്ക് വെക്കോളൂ. പിന്നെ ആര് കേട്ടാലും ഈ കഥ വിശ്വസിക്കില്ല. അതാ എന്റെ കഥയുടെ കുഴപ്പം. വീട്ടിൽ ആരോട് ചെന്നത് പറയണ്ട. അവരാരെങ്കിലും ചോദിച്ചാ കുട്ടിക്ക് എന്നെ ഇഷ്ടായില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്റെ സർപ്പത്തമാരെ, അറിയാലോ എന്റെ അവസ്ഥ. ഈ പാവം കുട്ടിയെ ചതിക്കാൻ എനിക്കാവില്ല. ഭാരതീയമ്മ എന്താ പിണങ്ങിയിരിക്കുക? നിന്നെ കണ്ട് കൊതി തീർന്നില്ല. അതിനു മുമ്പ് പോവല്ലേ? കുറച്ചു ദിവസം കൂടി. അമ്മ എന്താ ഈ പറയണേ? എനിക്ക് ഇന്നെ തിരിച്ചു പോയേ പറ്റൂ. ഞങ്ങളുടെ അവധി എന്നൊക്കെ പറഞ്ഞ ഏതാണ്ട് പരോള് പോലെയാ. പറഞ്ഞ സമയത്ത് തിരിച്ചെന്നില്ലെങ്കിലേ തൂക്കി എടുത്തോണ്ട് പോവര്. പിന്നെ ആ ജീവനാന്തം ജയിലില്ല. അല്ല, വെയിലില്ലേ ഈ അറബിയുടെ അടിമപ്പണിയൊക്കെ ചെയ്തിട്ട്. ദുബായിൽ അങ്ങനെ ഉണ്ട്. ഏട്ടനെന്താ പതുങ്ങി നോക്കുന്നത്? പോലീസ്. അയാൾ ആ ഗോപികയുടെ അടുത്ത ബന്ധുവാ. ഈശ്വര, എങ്ങനെ ഒരു ബന്ധം ഓർക്കുണ്ടായിരുന്നോ? അതെന്താ ഉണ്ടായാലും? അല്ല, ഒരു വല്ലാത്ത വൃത്തികെട്ട രൂപമല്ലേ. അമ്മങ്ങോട്ട് മാറിക്കാ പെട്ടി ഒന്ന് പെട്ടെന്ന് പൊടിക്കോട്ടെ. ഇത്രയും വലിയ തറവാട്ടിന്ന് ഇത്രയും നല്ല ചെറുക്കന്റെ ആലോചന, അതും ദുബായിക്കാരന്റെ. വല്യേട്ടൻ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോ നിന്റെ ഭാഗ്യായിട്ടാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ നിന്റെ ഭാഗത്ത് നിന്ന് കല്യാണം വേണ്ടാന്ന് പറയാൻ എന്താ കാരണം? ഇനി നിനക്ക് ആരോടെങ്കിലും പ്രേമം പറ്റുകൊണ്ടോടി? പിന്നെന്താ പ്രശ്നം? വല്യേട്ടന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിനക്ക് ആരാ ഉള്ളത്? നീ എതിരൊന്നും പറയണ്ട. ഇത് നിന്റെ ഭാഗ്യമായിട്ട് കരുതിയാ മതി. വല്യേട്ടനാണെങ്കിൽ ഉറപ്പിച്ചോ, ബാക്കി ഞാൻ ഏറ്റു. എന്തായാലും ചെറുക്കൻ പോണ ദിവസം വന്നാൽ നന്നായി. ഉണ്ണിയൊന്ന് കാണാലോ. വല്യേട്ടാ, ഞാനൊന്ന് ഉണ്ണിയെ പരിചയപ്പെട്ടിട്ട് വരാം. ഏട്ടാ, എല്ലാം എടുത്തിട്ടുണ്ടോ? ഒന്നും മറന്നില്ലല്ലോ? ഒന്നും മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യ്, പെട്ടെന്ന് ഈ സ്ഥലം എടുത്ത് ഇതുവഴി വണ്ടി കയറിക്കോ. ഓളെ എല്ലാം ഓക്കെ അല്ലേ? അമ്മേ, സമയമായമ്മേ. അമ്മ ഞാൻ ഇറങ്ങാട്ടോ. എന്തേത്? ഇത്തിരി അച്ചാറും പലഹാരങ്ങളും. എന്റെ അമ്മ ഈ സാധനങ്ങളൊന്നും അങ്ങോട്ട് കൊണ്ടാൻ പറ്റില്ല. അവിടുന്ന് തരുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? ആരോ ബെല്ലടിക്കുന്നുണ്ടല്ലോ. അല്ല, ഹലോ, അവിടെ നിന്നേ. അത് പിച്ചക്കാരനാണ്, പിച്ചക്കാരൻ. ഞാൻ 10 രൂപ കൊടുത്തപ്പോ 100 രൂപ വേണമെന്ന്. ഗൾഫുകാരുടെ ഒരു അവസ്ഥ നീ എടാ, അവൻ അവിടെ നിന്ന് അടിക്കട്ടെ. നമ്മുടെ മസാല അടിക്കുന്ന പിച്ചക്കാരാണോ? നീ ഇങ്ങോട്ട് വന്നേ, പെട്ടെന്ന് സാധനങ്ങൾ എടുത്തിട്ട് വേഗം വണ്ടിയിലേക്ക് എടുത്ത് വെച്ചേ. അമ്മേ, ആളനക്കും ഇല്ലല്ലോ. ചിലപ്പോ എയർപോർട്ടിൽ പോയി കാണും. എങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. പോട്ടെ. ഫ്രണ്ട് സീറ്റ് വെക്കണേ. വേഗം എടുത്ത് വെക്കേ. അയാള് പോയി. പൊറോട്ട എടുത്ത്. അയാള് വരുന്നു. എന്താ എന്തൊരു ചൂടാണത്, ഭയങ്കര ചൂട്. ഞാൻ ഒന്നുകൂടി കുളിച്ചിട്ട് വരട്ടെ. നാട്ടുവെള്ളത്തിൽ ഒന്ന് കുളിക്കണമെങ്കിൽ എത്ര നാൾ കഴിയണം? ദുബായ് കിട്ടുന്ന വെള്ളമുണ്ടോടാ? ഡീസൽ അല്ലേ? ഡീസൽ. ഞാൻ വിചാരിച്ചു പോയി കാണുമെന്ന്. നീ എന്റെ ഗോപിയേക്ക് ചേർന്ന ചെറുക്കൻ തന്നെ. അയ്യോ, ഞാൻ ഉണ്ണിയല്ല, ഉണ്ണി എന്റെ ഏട്ടനാ. ഉണ്ണി എവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഉണ്ണിയേട്ടാ, എന്താടാ? ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ഈ സമയത്താ? ഉണ്ണി കുളിക്കല്ലേ?
ആ കുളിച്ചോണ്ടിരിക്കുക. ആരാടത്? ദിവാകരൻ, അപ്പുറത്തെ വീട്ടിലെ ഗോപിയുടെ കൊച്ചച്ഛൻ. ഭാവിയിൽ ഉണ്ണിയുടെ ഒരു ബന്ധുവായിട്ട് വരും. ജയിലറാ. അതെയാ? ആ, ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി വന്നതാ. മുഖം കാണിക്കാൻ ഞാനെന്താ രാജാവാ? ഓ, ഫലിതപ്രിയൻ. നമ്മള് തമ്മിൽ കാണേണ്ട കാര്യം പറഞ്ഞത്. ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? ഞാൻ സോപ്പ് വെച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് കേട്ടത് മാറിപ്പോയതാ. വരുന്ന വഴിക്ക് കണ്ടുന്ന്. ഓ, അങ്ങനെ. ഓ, പിന്നെ പോയിട്ട് ഇത്തിരി ധൃതി ഉണ്ടായിരുന്നു. 12:30 ട്രെയിൻ. പെട്ടെന്ന് ഇറങ്ങുമാവോ? ഏയ്, വൈകും വൈകും. ട്രെയിൻ മിസ്സാക്കണ്ട, വേഗം പുറപ്പെട്ടോളൂ. നമുക്ക് നാളെ അവിടെ വെച്ച് കാണാം. അവിടെ വെച്ചോ? നാളെ? എവിടെ വെച്ച്? സോപ്പ് വാഴി പോയതായിട്ട് പറഞ്ഞത് മാറി പോയതാ. അടുത്ത പറവിന് ഇവിടെ വെച്ച് കാണാമെന്ന്. ആ, ശരി ശരി, എങ്കിൽ ഞാൻ ഇറങ്ങുന്നു. ആ, ഇങ്ങോട്ടെന്ന് വെച്ച പൊക്കോളൂ. ഞാൻ ഈ ഗ്ലാസ് എടുത്തോട്ടെ? ഗ്ലാസാ? ഗ്ലാസ്സിലെ ചായ കളഞ്ഞിട്ട് അമ്മയോട് വെച്ചിട്ട് എടുത്തോളൂ. അയ്യോ, ഞാൻ ഈ കൂളിംഗ് ഗ്ലാസിന്റെ കാര്യം പറഞ്ഞത്. കൂളിംഗ് ഗ്ലാസോ ചില്ല് ഗ്ലാസോ ഇനി അപ്പുറത്തെ സ്കൂളിലെ ക്ലാസ്സോ എന്താന്ന് വെച്ചാൽ വേഗം എടുത്തിട്ട് വേഗം പൊക്കോളൂ. ട്രെയിൻ മിസ്സാവും. ആ, ഓ, ആ, ഇനി ദുബായിക്കാരന്റെ വീട്ടിൽ വന്നിട്ടൊന്നും തന്നില്ല എന്ന് വേണ്ട. അപ്പോ ഞാനങ്ങോട്ട്. പൊക്കോളൂ.